ഇതിൻ്റെ ഉടമയായിട്ടുള്ള വനിത ശിശു സംരക്ഷണ വകുപ്പിന് ഒരു കത്ത് കൊടുത്തു. എനിക്കിനി ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ താല്പര്യമില്ല, ഇവിടെ നിന്നുമുള്ള കുട്ടികളെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന രീതിയിൽ ഒരു കത്ത് അവർ നൽകി. നിലവിൽ പല മാധ്യമങ്ങളും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ നേരത്തെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടി ഈ കേസിൻ്റെ സീരിയസ്നെസ് അവർക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടി ബോധ്യപ്പെട്ടത്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ അതിനെ പുറത്തേക്ക് വിട്ടു, ഇയാൾക്കൊപ്പം എങ്ങനെ പുറത്തേക്ക് വിട്ടു, അതാണൊരു വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ സംരക്ഷണത്തിലും പ്രശ്നമുണ്ട് എന്ന് CWCക്ക് മനസ്സിലായതോടുകൂടി CWC ഈ കുട്ടികളെ എല്ലാം തന്നെ പുതിയ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാമൂഹിക പ്രശ്നം, ആ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികൾ വർഷങ്ങളായി ഒരുമിച്ച് താമസിച്ച് വരുന്നവരാണ്. എല്ലാവരെയും കൊണ്ടുപോയി ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ താമസിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സംരക്ഷണ കേന്ദ്രം കണ്ടെത്തി അവിടെ ഈ കുട്ടികളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 24 പേർക്ക് കൂടി ഉള്ള അക്കോമഡേഷൻ എവിടെയും ഒരുമിച്ച് കിട്ടില്ല. ഇവരെ ഡിവൈഡ് ചെയ്തുകൊണ്ട് മാത്രമേ പോകാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ട് നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ശിശു സംരക്ഷണ സമിതി പറയുന്നത് ഫ്രണ്ട്സായിട്ട് ഇരിക്കുന്നവരെ എല്ലാം ഒരുമിച്ച് താമസിപ്പിക്കാം, ബാക്കിയുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്.